അവിടെയാണ് നമ്മൾ കാണുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ ഡിഫറൻസ് ആണ്. ഒന്ന് കാരണബോധം എന്നുള്ള പാട്ടും പാടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഞാനാണ് വരുന്നത്. ഇപ്പുറത്ത് ഒരു വണ്ടി കൊണ്ടിട്ടാണ് കയറിച്ചെന്നിരിക്കുന്നത്. ഇന്നസെന്റ് ആയിട്ട് മരിച്ച സമയത്ത് പഴയ മുഖ്യമന്ത്രി പോയത് എങ്ങനെയായിരുന്നു? ഞാൻ പറയുന്ന 56 വണ്ടി, 560 പോലീസും 10 ഫയർഫോഴ്സ് എഞ്ചിനും എല്ലാം കൂടെ ഇടവഴി കൂടെ കൊണ്ടുപോയത്. നാട്ടുകാർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഈ പൊങ്ങച്ചം കാണിക്കലമാണ്. മറ്റുള്ളവരെ വോട്ട് ചെയ്തത് നിങ്ങൾ അവിടെ കയറ്റിയിട്ടുണ്ട്. നിങ്ങൾ അവന്റെ ശ്രദ്ധ അതാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത് കാണിക്കുന്നത്. മേജർ രവി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞതാണ് എന്ന് വെച്ചാൽ നടൻ സലിംകുമാർ അന്തരിച്ചതിന് ശേഷം പറഞ്ഞത്. രണ്ട് മുഖ്യമന്ത്രിമാരെ താരതമ്യം ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. ഒന്ന് വി ഡി സതീശനും മറ്റൊരാൾ പിണറായി വിജയൻ. സലിംകുമാർ അന്തരിച്ച ഘട്ടത്തിൽ സലിംകുമാറിന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ വി ഡി സതീശൻ എത്ര ലളിതമായാണ് അദ്ദേഹം വന്നത്. അതേസമയം ഇന്നസെന്റ് മരിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ പിണറായി വിജയൻ പോയതോ 55 വാഹനങ്ങളുടെ അകമ്പടിയോടെ, 10 ഫയർ എഞ്ചിൻ, 500-ലധികം പോലീസുകാർ. ഇതാണ് രണ്ട് മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള വ്യത്യാസം. പറയുന്നത് മേജർ രവി. പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? വസ്തുത അറിഞ്ഞിട്ടാണോ പറയുന്നത്? ഒന്നുമല്ല. കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങ് അടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്നസെന്റിനെ സന്ദർശിക്കാൻ പോയ പിണറായി വിജയന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. കാണാൻ നമുക്ക് അതും കൂടി. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുടെ വാഹനം ഇവിടെ ഈ ടൗൺ ഹാൾ പരിസരത്തേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നസെന്റിന് അന്തിമോപചാരം എന്തും പറയാം എന്നാണ്. അതും പിണറായി വിജയനെ കുറിച്ചാകുമ്പോൾ ആരും ചോദിക്കില്ല. അദ്ദേഹം അത് കേട്ട ഭാവം നടിക്കില്ല, അവഗണിച്ച് വിടുകയാണ് പതിവ്. അത് എല്ലാവരും ഉപയോഗപ്പെടുത്തി എന്തും പറയാം പിണറായി വിജയനെ കുറിച്ച് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അത് പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് വളരെ ദോഷകരമായി ബാധിച്ചു. പിണറായി വിജയൻ ധാർഷ്ട്യക്കാരൻ, അഹങ്കാരി എന്നൊക്കെയുള്ള ഇമേജ് അദ്ദേഹത്തിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത് ഇത്തരം ആളുകളുടെ ഇത്തരം പ്രസ്താവനകളിലൂടെ. ഇനി അങ്ങനെ വിടാൻ കഴിയില്ല എന്നാണ് പിണറായി വിജയൻ തന്നെ തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്: ശ്രീ ഇന്നസെന്റിന്റെ നിര്യാണ വേളയിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത് 55 വാഹനങ്ങളുടെയും 560 പോലീസിന്റെയും അകമ്പടിയോടെ ആയിരുന്നു എന്ന BJP നേതാവ് മേജർ രവിയുടെ പ്രസ്താവന വസ്തുത വിരുദ്ധമാണ്. ഇതുപോലെ ചില പ്രൊഫൈലുകളിൽ വ്യാജ വീഡിയോ നിർമ്മിച്ച് ഷെയർ ചെയ്തതായും ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കുന്ന യഥാർത്ഥ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ്. അത് പരിശോധിച്ചാൽ ഈ അടിസ്ഥാനരഹിതമായ വ്യാജ നിർമ്മിതി ആർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ. പക്ഷേ മേജർ രവിയെപ്പോലെ ഒരാൾ ഇത്തരം വില കുറഞ്ഞ പ്രചാരണം നടത്തുന്നത് അപലപനീയമാണ്. വസ്തുതാവിരുദ്ധമായി നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കും. ആദ്യമായിട്ടാണ് പിണറായി വിജയൻ ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത്. നിയമ നടപടി സ്വീകരിക്കും എന്ന് പറയുന്നത്. അത്രമാത്രം വ്യാജ പ്രചാരണം പിണറായി വിജയനെതിരെ ഉണ്ടായിട്ടുണ്ട്. ഇത് പറയുന്നത് മേജർ രവിയാണ്. മേജർ രവി മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞ വാക്കുകളുണ്ട്. 40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് പോകുന്നത് എന്ന്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയ പ്രസ്താവനയുണ്ട്. 40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിക്കുന്നത് അത് എനിക്ക് തന്നെ ഒരു മോശമല്ലേ? ചിലരൊക്കെ അങ്ങനെ സഞ്ചരിക്കാറുണ്ട്, ഞാൻ അങ്ങനെയൊന്നും സഞ്ചരിക്കില്ല എന്ന്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ 40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് പോയത് എന്ന പ്രചാരണം വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ട്. അത് മേജർ രവിയെ പോലെ, വി ഡി സതീശനെ പോലെ ഉള്ള ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട്. ഇവരെല്ലാം പല പൊതുയോഗങ്ങളിലും ഇത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നോർക്കണം. അങ്ങനെ ആളുകൾ അത് വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മേജർ രവിയെ പോലെയുള്ള ഒരാൾക്ക് ഇങ്ങനെ വസ്തുതാവിരുദ്ധമായ കാര്യം വിളിച്ചു പറയാൻ കഴിയുന്നത്. ഇത് ഇനി നടക്കില്ല എന്നാണ് പിണറായി വിജയൻ തന്നെ പറയുന്നത്. നിയമ നടപടി സ്വീകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മേജർ രവിക്കെതിരെയായിരിക്കും നിയമ നടപടി സ്വീകരിക്കുക. അതോടൊപ്പം ഇത് പ്രചരിപ്പിച്ചവർക്കെല്ലാം സ്വാഭാവികമായും നിയമത്തിൻ്റെ മുന്നിൽ വന്നു നിൽക്കേണ്ടി വരിക തന്നെ ചെയ്യും.